أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചേർന്നിരുന്നു മാഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരു നിയമം സർവ്വസാധാരണമായി നിശ്ചയിച്ചിരിക്കുകയാണ്. രണ്ട് വസ്തുക്കളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ മൂന്നാമതൊരു വസ്തു അനിവാര്യമാണ്. രണ്ട് കടലാസ് കഷണങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി മൂന്നാമത് ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് പശ. രണ്ട് തുണിയെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു ഘടകമാണ് സൂചിയും നൂലും. രണ്ട് ഇഷ്ടികകളെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഘടകമാണ് സിമന്റ്. രണ്ട് തടിക്കഷണങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി മൂന്നാമതായി ആണി ഉപയോഗിക്കും. ഇതുപോലെ രണ്ട് മനസ്സുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നൽകിയിരിക്കുന്ന ബൃഹത്തായ സംവിധാനത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഇന്ന് വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഹൃദയത്തിൽ ഭിന്നതയും ശിഥിലതയും ഉണ്ടാകാനുള്ള കാരണം ശരിയായ ദീനും ഇസ്ലാമും ഈമാനും ഇല്ലാത്തതിന്റെ പേരിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വരുന്നതിന് മുമ്പ് മദീനയിൽ രണ്ട് ഗോത്രക്കാരെ താമസിച്ചിരുന്നു, ഔസും ഹസ്റജും. ഹൃദയങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിന് അനിവാര്യമായ ദീനുൽ ഇസ്ലാം ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും ഭിന്നതയിലും ശത്രുതയിലും വൈരാഗ്യത്തിലും കഴിഞ്ഞുകൂടി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കലഹിക്കുകയും വർഷങ്ങളോളം യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നവർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് ഹൃദയങ്ങളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന ഇസ്ലാമുമായി കടന്നു ചെന്നു. ആ ഇസ്ലാമിനെ അവർ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും തയ്യാറായപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്വേഷവും പകയും വൈരാഗ്യവും മാറി. ഹൃദയങ്ങളിൽ സ്നേഹം അരക്കിട്ടുറപ്പിക്കപ്പെട്ടു. എത്രത്തോളം മരണത്തോട് അടുക്കുന്ന വേളയിൽ പോലും തന്റെ സഹോദരന്റെ ദാഹശമനയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് അവരെത്തി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വദ്ദാ. ഹൃദയത്തിൽ ഈമാൻ നേടിയെടുക്കുകയും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ സമ്പാദിച്ചു കൂട്ടുകയും ചെയ്തവർ അല്ലാഹു തന്നെ അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹവും യോജിപ്പും നിശ്ചയിക്കും. ഇന്ന് ഹൃദയങ്ങളിൽ പരസ്പരം ഐക്യമുണ്ടാകാൻ, സ്നേഹമുണ്ടാകാൻ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ആ സംഗമങ്ങൾ കഴിയുമ്പോൾ ഹൃദയത്തിൽ സ്നേഹമുണ്ടായി, യോജിപ്പുണ്ടായി എന്ന് തോന്നുമ്പോഴും അത് കഴിയുമ്പോഴും പഴയതുപോലെ തന്നെ ശത്രുതയും വൈരാഗ്യവും ഹൃദയത്തിൽ മുളച്ചു നിൽക്കുന്നതാ കാണും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിൽ സ്നേഹവും യോജിപ്പും ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഇസ്ലാമും ഈമാനുമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്.
കാരണം ദീനാണ് എങ്കിൽ മനുഷ്യനോടുള്ള കടമ പഠിപ്പിക്കുന്നു. ഉമ്മയോടുള്ള കടമ, ഉപ്പയോടുള്ള കടമ, ഭാര്യയോടുള്ള കടമ, മക്കളോടുള്ള കടമ, ബന്ധുമിത്രാദികളോടുള്ള കടമ, മുസ്ലിമീങ്ങളോടുള്ള കടമ, മനുഷ്യരോടുള്ള കടമ, മനുഷ്യേതര ജന്തുക്കളോടുള്ള കടമ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിൽ ശരിയായി ദീനുണ്ട്, ഇസ്ലാമുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അവൻ എല്ലാ കടമകളെയും കൃത്യമായി പാലിക്കുന്നവനായി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആത്മാവാണ്, ജീവനാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുണ്ട് എങ്കിൽ എല്ലാ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. ജീവനുള്ള മനുഷ്യന്റെ കാലിൽ ഒരു പാമ്പ് വന്ന് കടിച്ചു. നാവ് ചിന്തിക്കൂല, കാലിനല്ലേ കടിയേറ്റത്, ഞാനെന്തിനാ പണം ഉണ്ടാക്കുന്നത്? നാം അപ്പോഴും തന്നെ ശ്രദ്ധിക്കും, അല്ലോ എന്റെ കാലിൽ പാമ്പ് കടിച്ചു. എല്ലാ അവയവങ്ങളും കാലിനേറ്റ പാമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സുസജ്ജമായിരിക്കും. ഹോസ്പിറ്റലിലേക്ക് ഓടും. ഈ കാലിന് പാമ്പിന്റെ കടിയേറ്റതിന്റെ ചികിത്സാ നിർദ്ദേശം ഡോക്ടറിൽ നിന്ന് ചെവി കേൾക്കും, മസ്തിഷ്കം ഓർമ്മ വയ്ക്കും. എല്ലാ അവയവങ്ങളും സുസജ്ജമായി പ്രവർത്തിക്കും. എപ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിൽ അവയവങ്ങളെ പരസ്പരം യോജിപ്പിച്ച് നിർത്തുന്ന ജീവൻ, ആത്മാവുള്ളത്. ഇനി മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് അവയവങ്ങളെ പരസ്പരം യോജിപ്പിച്ച് നിർത്തുന്ന ജീവൻ പിരിഞ്ഞു. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ കാലിൽ വന്ന് പാമ്പ് കടിച്ചു. നാവ് ശ്രദ്ധിക്കുമോ? ഹോസ്പിറ്റലിലേക്ക് അവയവങ്ങൾ സഞ്ചരിക്കുമോ? ഇല്ല. ഇതുപോലെയാണ് മനുഷ്യരിൽ ദീനുണ്ട് എങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പരസ്പരം ബന്ധമുണ്ടായിരിക്കും. അമേരിക്കയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മനുഷ്യൻ അങ്ങേയറ്റം അസ്വസ്ഥനായിരിക്കും. ആഫ്രിക്കയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുന്നു എങ്കിൽ ഇവിടെ കഴിയുന്ന മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും. കാരണം എല്ലാ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും അവയവങ്ങളോടാണ് ഉദാഹരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ഒരു മനുഷ്യന് ദീനില്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ വെപ്രാളമായിരിക്കും. കാരണം ദീനില്ലാത്ത ആ മനുഷ്യൻ നരകത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് അകപ്പെട്ടു പോകുമെന്ന ചിന്തയുണ്ടാകും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പരിവാരങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മഠത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ പുരോഹിതനെ കാണാനിടയായി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇബാദത്തിൽ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത് ശരീരമെല്ലാം ക്ഷീണിച്ച് അവശമായിരിക്കുകയാണ്. ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നില്ല. ശരീരം നേരെ ചൊവ്വെ കഴുകി വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. വസ്ത്രങ്ങളൊക്കെ പൊടിപടലങ്ങൾ കൊണ്ട് വികൃതമായിരിക്കുകയാണ്. തലയുടെ മുടിയാണ് എങ്കിൽ ജട പിടിച്ചിരിക്കുകയാണ്. താടിരോമങ്ങളും ജട പിടിച്ചിരിക്കുകയാണ്. ഇത്രയും കൂടുതൽ പരിശീലനത്തിൽ ഏർപ്പെട്ട ആ ക്രൈസ്തവ പുരോഹിതനായ സന്യാസിയെ കണ്ടപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇതൊരു മുസ്ലിമായ മനുഷ്യനല്ല, ക്രിസ്ത്യാനിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് കരഞ്ഞത്. ഇദ്ദേഹമാണ് എങ്കിൽ ഇദ്ദേഹത്തിന്റെ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവുമായ സന്യാസം റുഹ്ബാനിയത്ത് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശരീരം ക്ഷീണിച്ച് അവശമായിരിക്കുന്നു. കഴുകാതെയും കുളിക്കാതെയും ശരീരവും വസ്ത്രവും പൊടിപടലങ്ങൾ കൊണ്ട് അഴുക്കുകൊണ്ട് വികൃതമായിരിക്കുന്നു. തലമുടിയും താടിരോമവും ചീപ്പ് കൊണ്ട് ചീർക്കാത്തത് കൊണ്ട് ചീവാത്തത് കൊണ്ട് അതിൽ ജട ബാധിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ അധ്വാനത്തിന്റെയും ക്ഷീണത്തിന്റെയും അടയാളം നാളെ മഹ്ശറിൽ ഇയാളുടെ മുഖത്തുകൂടി പ്രകടമായിരിക്കും. പക്ഷേ ഇദ്ദേഹം നരകവാസിയായിരിക്കും. അത് ഓർത്താൻ ഞാൻ കരുതി.
هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. ഒരുപാട് ആൾക്കാർ നാളെ മഹ്ശറിൽ ദുനിയാവിൽ അവർ ചെയ്ത അധ്വാനത്തിന്റെയും ജോലിയുടെയും ക്ഷീണത്തിന്റെ അടയാളങ്ങൾ മുഖത്തുകൂടി പ്രകടമായിരിക്കും. എന്നാൽ അവരുടെ പരിശ്രമത്തിന്റെ ദിശ തെറ്റിപ്പോയത് കൊണ്ട് കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നിയിൽ അവർ പ്രവേശിക്കേണ്ടി വരും. ഈ മനുഷ്യനാണെങ്കിൽ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ മാർഗം ശരിയല്ല, അതുകൊണ്ട് ഇയാൾ നരകത്തിലായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. അപ്പൊ ദീനുണ്ട് എങ്കിൽ, ലോകത്ത് ഏതെങ്കിലും മനുഷ്യന് ദീനില്ലായ്മയുണ്ട് എങ്കിൽ, നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അകപ്പെട്ടു പോകുന്നു എങ്കിൽ അസ്വസ്ഥനായിരിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. ഏ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. അവ രണ്ടുപേരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ആത്മീയത, ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവനാണ്. ഒരിക്കൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സഹയാത്രികനായി കൂട്ടത്തിലുണ്ടായിരുന്നത് ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു. അദ്ദേഹം മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹിമഹുള്ളയോട് ചോദിച്ചു, നിങ്ങളൊരു ദാഇയാണ് എന്ന് തോന്നുന്നുണ്ടല്ലോ. ഒപ്പം പറഞ്ഞു, അതെ, ഞാൻ ദാഇയാണ്, പ്രബോധകനാണ്. ആ ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നയാളാണ്, മിഷണറി പ്രവർത്തനം ചെയ്യുന്നയാളാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കമനീയമായ, ആകർഷണീയമായ രീതിയാണ്. പാവങ്ങളായ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കും, ഞങ്ങളുടെ മതത്തിലേക്ക് അവരെ ക്ഷണിക്കും. ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയി ചികിത്സ നൽകും, അവരെ ഞങ്ങളുടെ മതത്തിലേക്ക് ക്ഷണിക്കും. വിദ്യാഭ്യാസം ആവശ്യമായവർക്ക്, വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് സ്കൂളുകൾ നിർമ്മിച്ച് ഫ്രീ ആയി വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ പ്രബോധനം ചെയ്യും. ഇങ്ങനെ ഞങ്ങളുടെ ആതുര സേവന പ്രവർത്തനങ്ങളിലൂടെ വീട് വെച്ച് കൊടുത്തും ചികിത്സാ സഹായം ചെയ്തും വിദ്യാഭ്യാസ സഹായം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ പ്രബോധനത്തിലൂടെ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ മതത്തിലേക്ക് വരുന്നില്ല. നിങ്ങളാണ് എങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ രാജ്യങ്ങളിൽ സംഘമായി പോകുന്നു, എന്നാൽ ധാരാളം മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ദഅവത്തിലൂടെ ശരിയായി ഇസ്ലാമിലേക്ക് വരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. എന്താ കാരണം? മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, തുമാര ദീൻ മുർദാ ഹൈ, ഹമാരാ ദീൻ സിന്ദാ ഹൈ. നിങ്ങളുടെ ദീൻ അത് നിർജീവമായതാണ്, നമ്മുടെ ദീൻ ജീവനുള്ളതാണ്. നിർജീവമായ ഒരു ശവത്തിന് സ്വന്തം സഞ്ചരിക്കാൻ കഴിയില്ല. അതിനെ സത്തൂക്ക് കട്ടിലേറ്റ് ജനങ്ങൾ ചുമന്നുകൊണ്ടു പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ദീനെ ചുമന്നുകൊണ്ടുപോകാൻ ഹോസ്പിറ്റലുകൾ ആവശ്യമാണ്, സ്കൂളുകൾ ആവശ്യമാണ്, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കൽ ആവശ്യമാണ്. എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യനെ ആർക്കും ചുമന്നുകൊണ്ട് പോകേണ്ടി വരില്ല. നമ്മുടെ ദീനിന് ജീവനുണ്ട്, സ്വന്തമായത് പ്രചരിക്കും, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മുടെ ദീനിന്റെ ദഅവത്തിലൂടെ ജനങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുന്നത്. كذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا إنك لتهدي إلى صراط مستقيم كذلك أوحينا إليك روحا من أمرنا
സന്ദേശം നമ്മുടെ റൂഹാണ്, നമ്മുടെ നിർദ്ദേശങ്ങളിൽ നിന്നുള്ള റൂഹ് ജീവനാണ്. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റൂഹാണ്, ജീവനാണ്. ആ ജീവൻ മനുഷ്യന് ഉള്ളിടത്തോളം കാലം പരസ്പരം ബന്ധമുണ്ടായിരിക്കും, പരസ്പരം സ്നേഹമുണ്ടായിരിക്കും. ദീൻ കടമകളും കടപ്പാടുകളുമാണ് പഠിപ്പിക്കുന്നത്. എവിടെയും അനീതി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലോ കുടുംബത്തിലോ പ്രദേശത്തിലോ നാട്ടിലോ എന്തെങ്കിലും അസ്വസ്ഥതയോ അരാജകത്വമോ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത ദീൻ വളരെ കൃത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു പടയങ്കി ഉണ്ടായിരുന്നു. സഹാബിക്ക് ആ പടയങ്കിയോട് വലിയ ഇഷ്ടമായിരുന്നു. മോഷണം നടത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം അതിനെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഒരു തോൽപാത്രത്തിലായി. ആ തോൽപാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവ് ഇട്ടിരുന്നു. എന്നിട്ട് അതിൽ ആ പടയങ്കി വെച്ചിരുന്നു. വലിയ തോൽപാത്രം, അതിലെ പടയങ്കി. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു ദോരം ഉണ്ടാക്കി. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ തോൽപാത്രത്തിൽ നിന്ന് അതിന്റെ അടിയിലുള്ള മാവ് വീടും വളരെ കൃത്യമായി വീട് കണ്ടെത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. എന്നാൽ ഖത്താദയിൽ നിന്ന് രാത്രി തുഹമ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മുസ്ലിമായിരുന്നു, അദ്ദേഹം ഈ പടയങ്കിയെ മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴെന്തെയാണ്, മാവ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇവിടം വരെ വീഴ്ന്നിരിക്കുകയാണ്. അപ്പോ തുഹമയുടെ വീട്ടിലേക്ക് അന്വേഷിച്ച ആൾക്കാരെത്തും എന്ന് ഉറപ്പായപ്പോൾ രാവിലെയാണ് ഈ രംഗം തുറമ വീക്ഷിക്കുന്നത്. ഈ പടയങ്കിയുമായി നേരെ ഒരു യഹൂദിയുടെ വീട്ടിൽ, ബോധവഴി യഹൂദിയുടെ വീട്ടിൽ എന്ത് ചെയ്തുമാവും. എന്നിട്ട് യഹൂദിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഇത് എന്റെ പടയങ്കിയാണ്, നിങ്ങൾ ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി വെക്കണം, ഞാൻ ആവശ്യമുള്ളപ്പോൾ ഒന്ന് വാങ്ങിക്കണം. അങ്ങനെ എന്ത് ചെയ്ത് നോക്കിയപ്പോൾ വീട്ടിലെ പടയങ്കി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുടുംബക്കാരെ ഒക്കെ വിളിച്ചു. അവർ അന്വേഷിച്ച് നോക്കിയപ്പോ ആദ്യം വന്നത് തുറമയുടെ വീട്ടിലാണ്. തുറമയുടെ വീട് വരെ മാവ് എത്തിയിട്ടുണ്ട്. തുറമ പറഞ്ഞ്, ഞാനെല്ലാം മോഷ്ടിച്ചിരിക്കുന്നത്, ഇവിടെ നിന്ന് വീണ്ടും മാവിന്റെ അംശങ്ങൾ ചെയ്ത് നോക്കി യഹൂദിയുടെ വീട് വരെ ഉണ്ട്. അപ്പൊ അവര് നോക്കിയപ്പോ ശരിയാണ്, യഹൂദിയുടെ വീട്ടിൽ ചെന്നു. യഹൂദിയുടെ വീട്ടിൽ ചെന്നപ്പോ ആ യഹൂദി പറഞ്ഞു, തുറമ എന്റെ കയ്യിൽ നിന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്, ഞാൻ മോഷ്ടിച്ചതല്ല. എന്താണെങ്കിലും സങ്കീർണമായ പ്രശ്നം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുഹമയാണ് കുറ്റക്കാരനെന്ന് എല്ലാവരും വാദിച്ചു. ഈ സന്ദർഭത്തിൽ തുഹമ അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ ഗോത്രക്കാരായ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം. ഇവരൊക്കെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യഹൂദികൾ കള്ളന്മാരെ, കള്ളസത്യം ചെയ്യുന്നവന്മാരെ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവർക്ക് വേണ്ടി ഈ മുസ്ലിമിനെ കുരുതിക്ക് കൊടുക്കരുത്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കണം. ഇവര് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ വിശ്വസിച്ചു, തുറമയല്ല മോഷ്ടിച്ചത് യഹൂദിയായിരിക്കും. അങ്ങനെ യഹൂദിക്കതിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിബിധങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, തങ്ങളിൽ നിന്ന് അല്പം അനീതി സംഭവിക്കാൻ പാടില്ല. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما إنا أنزلنا إليك الكتاب بالحق തീർച്ചയായും സത്യസന്ധമായി നിങ്ങളിലേക്ക് നാം ഖുർആനെ അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വിധി തീർപ്പ് നടത്താൻ വേണ്ടി. വഞ്ചകന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ബാധിക്കുന്നയാളാകരുത്. ഇപ്പൊ മുസ്ലിം വഞ്ചകനായ യഹൂദിയ സത്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തേടണം.
ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. നിശ്ചയം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദിക്കെതിരെ ഉണ്ടായിരുന്ന ശിക്ഷാ നടപടി മാറ്റി തുറമയെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തുറമയ്ക്ക് മനസ്സിലായി എന്നെ ശിക്ഷിക്കപ്പെടുന്നു. അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി. അവിടെ പോയിട്ട് എന്തെങ്കിലും മോഷണം നടത്തി, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു. മോഷണം നടത്തിയപ്പോൾ പിടികൂടി. അവരിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യാത്രാ സംഘത്തിന്റെ അടുക്കൽ ചെന്നു. അവരിൽ നിന്ന് സാധനം മോഷ്ടിച്ചു. എന്നിട്ട് ഓടിക്കളഞ്ഞു. അവരെന്ത് ചെയ്ത് അസ്ത്രം കൊണ്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊന്നുകളഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജനങ്ങളുടെ ഇടയിലാണെങ്കിലും പരസ്പരം കടമകൾ നിശ്ചയിച്ചത് കൊണ്ട് എല്ലാ ജനങ്ങളിലും സന്തുലിതം ഉണ്ടാക്കുന്ന ഒരു ബൃഹത്തായ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിൽ ഒരിക്കലും ശത്രുതയോ വൈരാഗ്യമോ പരസ്പരം പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നേരെ മറിച്ച് സ്നേഹവും യോജിപ്പും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് കൂഫയിലെ മാർക്കറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ പടയങ്ങി ഒരു ക്രിസ്ത്യാനി മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എന്നെ നഷ്ടപ്പെട്ടു പോയത്? ഞാനിത് അന്വേഷിച്ചിട്ട് എവിടെയെല്ലാം സഞ്ചരിച്ചു, എനിക്ക് പടയം കിട്ടിയിട്ടില്ല. അതേ മാർക്കറ്റിൽ ഒരു ക്രിസ്ത്യാനി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനിയോട് പറഞ്ഞു, ഇത് എന്റെ പടയങ്കിയാണ്. ക്രിസ്ത്യാനി ചോദിച്ചു, ഇത് നിങ്ങളുടെ പടയങ്കി? എങ്ങനെ പറയുന്നത്? എന്റെ പടയങ്കിയാണ്, ഞാനിത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക. രണ്ടുപേരും തന്നെ വാഗ്വാദമായി സംസാരം ഉയർന്നപ്പോൾ ആൾക്കാർ ഒരുമിച്ച് കൂടി. അപ്പോ അലി റളിയല്ലാഹു അൻഹു തന്നെ കൂഫയിൽ ഒരു കോടതി തീരുമാനിച്ചു, ഒരു കോർട്ട്. അതിന്റെ ചീഫ് ജഡ്ജിയെയും തീരുമാനിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹു തന്നെ. ഖാദി ശുറൈഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ എന്ത് ചെയ്ത് കേസെത്തി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടയങ്കി എന്റേതാണ് എന്ന്. ക്രിസ്ത്യാനി പറഞ്ഞു, ഒരിക്കലും അടിയേണ്ടതല്ല, എന്റേതാണ് എന്ന് പറഞ്ഞു. ഖാദി ശുറൈഹ് പറഞ്ഞു, നിങ്ങളാണ് നിങ്ങളുടെ പടയങ്കി എന്ന് വാദിക്കുന്നത്, വാദി സാക്ഷിയെ കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകൻ ഹുസൈൻ അതിന് സാക്ഷിയാണ്. ഖാദി ശുറൈഹ് പറഞ്ഞു, ഒരിക്കലും പിതാവിന് വേണ്ടി മകന്റെ ഷഹാദത്ത് സ്വീകരിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മറ്റേതെങ്കിലും ഷാഹിദുണ്ടോ, സാക്ഷിയുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേറെ ആരും സാക്ഷിയായി കൊണ്ടുവരാറില്ല. ക്രിസ്ത്യാനിയോട് പറഞ്ഞു, നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി എന്ത് ചെയ്തു? സത്യം ചെയ്തു, ഇത് അലിന്റേതല്ല, എന്റേതാണ് എന്ന് കള്ളസത്യം ചെയ്തു. അപ്പോ ഖാദി ശുറൈഹ് എന്ത് ചെയ്തു? ക്രിസ്ത്യാനിക്ക് വേണ്ടി ആ പടയങ്കി തീരുമാനമാക്കി. ആ ക്രിസ്ത്യാനി പടയങ്കി പിടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് ആ ക്രിസ്ത്യാനി പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ പടയങ്കി അലിന്റേതാണ്. സിഫീൻ യുദ്ധം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ പടയങ്കി താഴെ വീണു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ആ പടയങ്കി എടുത്ത് ഒളിപ്പിച്ചു വെച്ചതാണ്. മാസങ്ങൾ പലതും കഴിഞ്ഞ് ഇനി അന്വേഷിച്ചു വരില്ല എന്ന് ഉറപ്പായപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെച്ചതാണ്. നിങ്ങൾ തീരുമാനിച്ചത് അലിയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ ഏതൊരു ചക്രവർത്തി നിങ്ങളെ തീരുമാനിച്ചോ, ആ ചക്രവർത്തിക്കെതിരിൽ നിങ്ങൾ ചീഫ് ജഡ്ജിയായിട്ട് അദ്ദേഹത്തിനെതിരിൽ നീതി നിങ്ങളുടെ ഭാഗത്ത് ഇസ്ലാമില്ലെന്നാ പറയുന്നത്. വാദ സാക്ഷി കൊണ്ടുവന്നില്ലെങ്കിൽ പ്രതി സത്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതിയുടെ സത്യത്തിന് അംഗീകരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ആ വ്യവസ്ഥയെ, ആ സംവിധാനത്തിന് അംഗീകരിച്ചുവെങ്കിൽ ഇത്രയും ബൃഹത്തായ നീതിയുടെ പ്രത്യശാസ്ത്രമായ ഇസ്ലാമിൽ നിന്ന് ഇനിയും ഞാൻ എന്തിന് അമാനിച്ചു നിൽക്കണം? അതുകൊണ്ട് ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. ഒരാളോടുള്ള ശത്രുതയുടെ പേരിൽ അയാളോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്, എല്ലാവരോടും നീതി പ്രവർത്തിക്കണം എന്ന് ഉപദേശിക്കുന്ന ബൃഹത്തായ ഒരു സംവിധാനമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ സംവിധാന നബിതങ്ങളിൽ നിന്ന്, അബൂബക്കറിൽ നിന്ന്, ഉമറിൽ നിന്ന്, ഉസ്മാനിൽ നിന്ന് ലോകമെമ്പാടും വ്യാപിച്ചത്. റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം 10 വർഷവും 4 മാസവും 22,51,030 ചതുരശ്ര മൈൽ വിശാലമായ ഒരു അധികാരം സാമ്രാജ്യം കെട്ടിപ്പടുത്തു. റളിയല്ലാഹു
അപ്പൊ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് എത്ര ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും? 1000-ൽ താഴെ ജീവനെ നഷ്ടപ്പെട്ടു. സ്ത്രീകളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല, വൃദ്ധന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല, കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതാ ഇസ്ലാമിന്റെ നീതി എന്ന് പറഞ്ഞു. ഇസ്ലാമിലൂടെ ലോകത്ത് ഇസ്ലാമിക ഹുകൂമത്തുകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒരിക്കലും മനുഷ്യന്റെ ജീവനുകൾ ഹനിച്ചുകൊണ്ടായിരുന്നു. ജീവന് വളരെ കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു മഹത്തായ സംവിധാനമാണ്. മൻ ഖത്തലൻ നാസ്, ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കഅന്നമാ ഖത്തലൻ നാസ് നബിയെ, മുഴുവൻ മനുഷ്യനെ കൊന്നതുപോലെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ വധിക്കപ്പെടുന്ന രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യർക്ക് ജീവൻ നൽകുന്നത് പോലെ എന്നാണ് ഖുർആൻ പറയുന്നത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പോയപ്പോൾ ഗസ്സാൻ എന്ന് പറയുന്ന ഷാമിന്റെ പ്രവിശ്യയിലെ ചക്രവർത്തി ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. ജബലത്തുൽ ഈഹം ഗസ്സാനി. ഹജ്ജിന്റെ തവാഫിന്റെ ഇടയിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. തവാഫിന്റെ ഇടയിൽ ഇഹ്റാമിന്റെ വസ്ത്രം താഴേക്ക് ഇറങ്ങി കിടന്നിരുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തവാഫിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ചവിട്ടി. അദ്ദേഹം തെന്നി ആ മഖാമിലേക്ക് അങ്ങനെ തന്നെ വീണു. ഗസ്സാനിക്ക് ദേഷ്യം വന്നു, എന്റെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്തിനാണ് ചവിട്ടി? അതുകൊണ്ടല്ലേ ഞാൻ എഴുന്നേറ്റുള്ള അടി കൊടുത്തു. ആ സാധാരണക്കാരനായ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ അങ്ങനെ തന്നെ താഴേക്ക് നിലകൊള്ളിച്ചു. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ എഴുന്നേറ്റിട്ട് കൈവരിച്ചൊരൊറ്റ അടി. ഉമറിനോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ അടിച്ചിരിക്കണം. അയാളെ വിളിപ്പിച്ചു. എന്തിനാ അദ്ദേഹത്തിന് അടിച്ചത്? ഇയാളെന്നെ അടിച്ചു. എന്തിനാ നിങ്ങൾ അടിച്ചത്? അതെന്റെ ഇഹ്റാമിന്റെ വസ്ത്രം താഴെ കിടന്നപ്പോൾ മുപ്പത് ചവിട്ടി ഞാൻ താഴെ വീണു. അയാൾ പറഞ്ഞാൽ കരുതിക്കൂട്ടി ചവിട്ടിയതല്ല. ഈ തവാഫിന്റെ ഇടയിൽ തിക്കിലും തിരക്കിലും വിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം മത്താഫിൽ കിടന്ന് എഴഞ്ഞപ്പോൾ ഞാൻ അറിയാതെ നടന്നപ്പോൾ ചവിട്ടിപ്പോയതാണ്. അകാരണമായി എന്നെ വർദ്ധിച്ചു. അതിന് പകരമായി ഞാൻ ഇയാളെ വർദ്ധിച്ചു. പറഞ്ഞ് രണ്ടുപേരുടെ പ്രശ്നം കഴിഞ്ഞ് നിങ്ങൾ അടിച്ചതിന് പകരം ഇയാൾ അതുപോലെ ഒരു അടി അടിച്ചു. ഞങ്ങളുടെ ഷാമിലൊന്നും ഇതല്ല. ചക്രവർത്തിമാരെയും നേതാക്കന്മാരെയും തൊട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ കണിശമായ കർക്കശമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്ന സംവിധാനമാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പ് കയ്യൂക്കുള്ളവൻ, കാര്യക്കാരൻ, കുടുംബവും കുബേരവും സമ്പത്തുമുള്ളവൻ വലിയ മഹത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്ലാമി മുഴുവൻ വിവേചനങ്ങളെയും ഉന്മൂലനം ചെയ്ത് സമത്വവും സാഹോദര്യവും ജനങ്ങളുടെ ഇടയിൽ വിഭാവനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ നീതി വ്യവസ്ഥയിൽ ഞങ്ങൾ വ്യതിചരിക്കത്തില്ല. ജബലത്തുൽ ഈഹം ഗസ്സാനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലും ഈ നീതിയിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. ജബലത്തുൽ ഈഹം ഗസ്സാനി ദേശത്തിന്റെയും മനുഷ്യത്തിന്റെയും പേരിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം ഇസ്ലാമിൽ നിന്ന് മുർത്തത്തായി ഷാമിന്റെ ഗസ്സാനിലേക്ക് മടങ്ങിപ്പോയി. തിരിച്ചു പിടിച്ചില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. മദീനയിൽ നിന്നുള്ള ഒരു സംഘം ഷാമിന്റെ ഗസ്സാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജബലത്തുൽ ഈഹം ഗസ്സാനിക്ക് ആ സംഘത്തെ കണ്ടപ്പോൾ തന്റെ ഇസ്ലാമിലായിരുന്നപ്പോൾ തന്റെ അനുഭൂതിയുടെയും ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും അവസ്ഥ ഓർമ്മ. ഇനിയും ഇസ്ലാമിലേക്ക് ചേക്കേറലാണ് എനിക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അടിസ്ഥാനം. ആ സംഘത്തിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈഗോ പ്രശ്നം കൊണ്ട് ജനങ്ങൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ മുസ്ലിം ആയത്? ജനങ്ങളോട് എനിക്ക് പറയാൻ എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ. നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നാൽ മതി. അത് ശരിയാണോ ഒന്നുമില്ല. ആ സംഘം ചോദിച്ചു, എന്ത് വാക്കാ തരേണ്ടത്? അത് ലോകത്തിന്റെ 3/2 ചക്രവർത്തിയായ ഉമർ അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മുസ്ലിം ആക്കി എന്ന് എനിക്ക് പറയണം. അതിന് നിങ്ങൾ അനുവദിക്കണം. ആ സംഘം പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് ഉറപ്പു നൽകുന്നത്? എന്താണെങ്കിലും ഞങ്ങൾ മദീനയിൽ പോയി ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമറിനോട് ഈ വിവരം ചോദിച്ചിട്ട് വരാം. ആ സംഘം ഗസ്സാനിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട്
ജബലത്ത് ബിൻ ഈഹം ഗസ്സാനിയുടെ സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇസ്ലാമിന്റെ മുന്നിൽ ഉമറിന്റെ മകൾക്ക് എന്ത് സ്ഥാനം ഇരിക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഉമറിന്റെ മകളെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. ആ സംഘം വീണ്ടും ഗസ്സാനിലേക്ക് വന്നു. ഗസ്സാനി വന്നപ്പോൾ വലിയ ഒരു ജനാവലി കാണാനിടയായി. ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഈ സംഘം ചോദിച്ചു, ഇതെന്തിനാണ് ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അവര് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, ഗസ്സാനിന്റെ ചക്രവർത്തിയായ ജബലത്ത് ബിൻ ഈഹമിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു ജനാവലി. ഉമർ റളിയല്ലാഹു അൻഹു രീതിയിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായില്ല. മകളെ വേണമെങ്കിൽ വിവാഹം ചെയ്ത് കൊടുത്ത് ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇസ്ലാമിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. അതിൽ നിന്ന് അല്പവും വ്യതിചലിക്കാൻ തയ്യാറായി. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം അല്ലാഹുവിനോടുള്ള കടമ പഠിപ്പിക്കുന്നു, ഉമ്മയോടുള്ള കടമ പഠിപ്പിക്കുന്നു, ബാപ്പയോടുള്ള കടമ പഠിപ്പിക്കുന്നു, ഭാര്യയോടുള്ള കടമ പഠിപ്പിക്കുന്നു, മക്കളോടുള്ള കടമ പഠിപ്പിക്കുന്നു, കുടുംബക്കാരോടുള്ള കടമ പഠിപ്പിക്കുന്നു, സാമ്പത്തിക രംഗത്തിലുള്ള നിയമങ്ങളും കടമകളും പഠിപ്പിക്കുന്നു. ഈ കടമകൾ മനുഷ്യൻ പാലിച്ചു കഴിഞ്ഞാൽ ലോകത്ത് വലിയ നീതിയും സന്തുലിതാവസ്ഥയും ഉണ്ടാവും. ഇതല്ലാതെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീൻ ഉണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എല്ലാവരോടും അനുഭവം ഉണ്ടാവും. അപ്പൊ ദീൻ ഇല്ലായ്മയിൽ അടയാളം അറിയാം. വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും, അയൽവാസിയായ നമുക്കെന്താ കുഴപ്പം? ബന്ധു ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കെന്താ പ്രശ്നം? ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം ഒരവയവത്തിന് മറ്റൊരു അവയവത്തിന്റെ ബുദ്ധിമുട്ടിൽ ഒരിക്കലും സമാധാനത്തോടുകൂടി ഇരിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഇതുപോലെ മനുഷ്യന് ജീവനുണ്ട് എങ്കിൽ എല്ലാവരോടുള്ള കടമയും മനുഷ്യൻ സന്തുലിതാവസ്ഥയിലായിരിക്കും. ഖുർആനിലെ ആയത്തുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. അഖ്സുമു ബിൻ സൈഫി എന്ന് പറയുന്ന ഗോത്ര നേതാവ്, അദ്ദേഹത്തിനോട് ആരൊക്കെയോ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ കുറിച്ചും ഖുർആനെ കുറിച്ചുമുള്ള ചർച്ച അറേബ്യയിൽ ഹിജാസിൽ വളരെ കൂടുതലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഖ്സുമു ബിൻ സൈഫി വലിയ ഒരു ഗോത്ര നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മക്കയിൽ നുബുവത്ത് ബാധിച്ചിരിക്കുകയാണ്. എന്താണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു പഠിച്ചു വന്നിട്ട് ഞാൻ ഏത് നിലപാടുകാരനാണ് എന്ന് നിങ്ങളോട് വ്യക്തമാക്കും. ഗോത്രക്കാര് പറഞ്ഞു, നിങ്ങൾ പോകുന്നത് നല്ലതല്ല, നിങ്ങൾ ഗോത്ര നേതാവല്ലേ, 2 ദൂതന്മാരെ അവർ പോയി അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായ വിവരം നൽകും. അഖ്സുമു ബിൻ സൈഫി അതിനെ അംഗീകരിച്ചു. 2 പേരെ അയച്ചു. 2 പേരും പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൻ അൻത, ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മുഹമ്മദ് ബിൻ അബ്ദില്ല, ഞാൻ അബ്ദുല്ലാഹിന്റെ പുത്രനായ മുഹമ്മദാണ്. ഒമാ അൻത, നിങ്ങൾ എന്ത് കാര്യമാണ് വിഭാവനം ചെയ്യുന്നത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ സൂറത്തുൽ നഹ്ലിലെ ഈ ആയത്തിനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. കേട്ടപ്പോൾ ആവർത്തി ചോദാൻ വേണ്ടി പറഞ്ഞു. നബിതങ്ങൾ ആവർത്തി ചോദ്യം 2 പേരും അതിനെ മനനം ചെയ്തു. അഖ്സുമു ബിൻ സൈഫിയുടെ ഗോത്രത്തിൽ വന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദിനോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുല്ലാഹിന്റെ പുത്രൻ മുഹമ്മദ് എന്ന് പറഞ്ഞു. എന്താ വിഭാവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ അഖ്സുമു ബിൻ സൈഫി ആവർത്തി ചോദാൻ വേണ്ടി പറഞ്ഞവർ ആവർത്തി ചോദിക്കൊണ്ടേയിരുന്നു. ഈ ആയത്തിൽ 3 കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്, 3 കാര്യങ്ങൾ വിലക്കുകയാണ്. അഥവാ ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ കൃത്യമായി പാലിച്ച് ഈ 3 കാര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വ്യക്തിത്വത്തിന്റെ ഉടമയായി, അവന്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമായി.
ഒന്നാമതായി അല്ലാഹു മനുഷ്യരോട് നീതിയോട് വർത്തിക്കാൻ പറ്റും. അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നീതി? മനുഷ്യരും അല്ലാഹുവുമായിട്ട് ഖാലിഖ് മഖ്ലൂഖ് എന്നൊരു ബന്ധമുണ്ട്. അതിന് നീതി പാലിക്കണം. അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം. അവർ മാത്രം ആരാധനകൾ അർപ്പിക്കണം. ഇത് മനുഷ്യനും ഖാലിഖായ അല്ലാഹുവിന്റെയും ഇടയിലുള്ള നീതിയാണ്. ഇല്ലെങ്കിൽ അവൻ അല്ലാഹുവിൽ നിന്ന് ബന്ധം മുറിഞ്ഞവനായിരിക്കും. സൃഷ്ടികളുമായുള്ള കടമകളുണ്ട്. അതിനെന്തെയ്യണം? നീതി പാലിക്കണം. മക്കളോട് നീതി പാലിക്കണം. ഭാര്യയോട് പെരുമാറേണ്ട രീതിയുണ്ട്. ഉമ്മയോട് പെരുമാറേണ്ട രീതിയുണ്ട്. അപ്പൊ നീതിയോടുകൂടി വർത്തിക്കണം. രണ്ടാമതായി എല്ലാ നന്മകളും പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. പുണ്യങ്ങൾ പ്രവർത്തിക്കണം. മൂന്നാമതായി ബന്ധുമിത്രാദികൾക്ക് ഉപകാരം ചെയ്യണം. കുടുംബക്കാർക്ക് എപ്പോഴും ഉപകാരം ചെയ്യണം. പൊതുവെ ജനങ്ങൾ കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ ആതുര സേവന പ്രവർത്തനങ്ങൾ വലിയ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയുടെ പേരും മറ്റൊക്കെ വരും. കുടുംബക്കാരും പട്ടിണിയും കഴിയും. കാരണം ഈ കൊടുത്തു കഴിഞ്ഞാൽ വലിയ അംഗീകാരം കിട്ടത്തില്ല. ബന്ധുമിത്രാദികൾ കൊടുക്കണം. നബിതങ്ങളുടെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മാമമാർക്ക് കൊടുത്തുകൂടായിരുന്നോ? അവർക്ക് ഉപകാരപ്പെടുമായിരുന്നല്ലോ. ഈ അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ 2 കൂലി നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. 1 കുടുംബബന്ധം ചേർത്തതിന്റെ കൂലി, 2 ദാനധർമ്മം ചെയ്തതിന്റെ കൂലി. 3 കാര്യങ്ങൾ അല്ലാഹു വിലക്കുകയാണ്. അല്ലാഹു എല്ലാ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്നും, എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും, അക്രമത്തിൽ നിന്നും തടുക്കുകയാണ്. ഇത് മനുഷ്യൻ അക്രമം പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയില്ല. ഭയങ്കര ആരെയും ആക്രമിക്കാൻ തയ്യാറാണ്. സഹോദരനാണെങ്കിലും ശരി, സഹോദരിയാണെങ്കിലും ശരി, ഉപ്പയാണെങ്കിലും ശരി, ഉമ്മയാണെങ്കിലും ശരി. അക്രമം ഇരുട്ടായിരിക്കും. ആരോടും അക്രമം പ്രവർത്തിക്കരുത്. ചരിത്രത്തിൽ ധാരാളം പേര് കഴിഞ്ഞു കൊടുത്തു. അവര് ദീനിന്റെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ജീവിതത്തിൽ അക്രമ അജണ്ടയാക്കിയത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ അവരെ നികൃഷ്ടമായി വികലമാക്കിയ അവതരിപ്പിച്ചു. ഉമയ്യ ഖിലാഫത്ത് കാലത്ത് മർവാന്റെ കുടുംബത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വലിയ സേവനങ്ങൾ ചെയ്തയാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സേവനം അല്ല അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഖുർആൻ ശരീഫിൽ യഹ്യ ഇബ്നു മഅ്മർ സുഹുരി ഇവരുടെ നേതൃത്വത്തിൽ ഇന്ന് കാണുന്ന ഈ പുള്ളിയും മഹബത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഖുർആൻ ശരീഫിൽ. നേരത്തെ അക്ഷരം എഴുതുമായിരുന്ന അറബികളിൽ സർവ്വസാധാരണമായ രീതിയാണ്. അവർക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പുള്ളി ഉണ്ടല്ലോ, ബാഹിര പുള്ളി, താഹിര പുള്ളി, നൂറ്റ് പുള്ളി, സീന്റെ മോളിൽ പുള്ളിയായിട്ട് സീനായി ഈ പുള്ളി ഉണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി അനവധി ദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോൾ ഖുർആൻ ശരീഫ് മനസ്സിലാക്കാൻ വേണ്ടി 10 കസറ് നമ്മ ഇതൊക്കെ ഇട്ടുകൊടുത്ത ഹജ്ജാജ് ഇബ്നു യൂസുഫ്, യഹ്യ ഇബ്നു യഅ്മർ, ശിഹാബുദ്ദീൻ സുഹ്രി ഇവരുടെ നേതൃത്വത്തിൽ അദ്ദേഹം സേവനം ചെയ്തു. ഇന്ത്യയിൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ ഇസ്ലാം വ്യാപിക്കാനുള്ള വലിയൊരു കാരണം മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയാണ്. അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ദാഹിർ രാജാവ് അദ്ദേഹം സിലോണിലൂടെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്രാ സംഘത്തിന് കൊള്ളയടിച്ച് കൊന്ന് കടലിൽ തള്ളി. ഈ സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് മകളുടെ കൂട്ടത്തിൽ 15 ദിവസം കഴിഞ്ഞുകൂടിയിട്ടുള്ളൂ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നേരെ മുഹമ്മദ് ബിൻ ഖാസിമിനെ ഇന്ത്യയിലേക്ക് അയച്ചു. മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയുടെ ഇന്ത്യയിലെ ദഅവത്തിലൂടെയാണ് നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ഹൈദരാബാദ് ഇതുവരെയാണ് മാലിക് ബിൻ ദീനാറിന്റെ സംഘത്തിൽ. ബാക്കി നോർത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഈ മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയിലൂടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാഫിദുൽ ഖുർആനാണ്.
ഈ മുഹമ്മദ് ബിൻ ഖാസിം മുസ്തഫയുടെ ജമാഅത്തിന് അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങൾ താജുസ്കരിക്കണം, നിങ്ങൾ ഖുർആൻ ഓതണം. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ എന്ത് ചെയ്തു? അക്രമം എന്ന് പറയുന്ന ഒരു കാര്യം ദീനിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ആരെയും ആക്രമിക്കുമായിരുന്നു. സഹാബിയാണ്. ആലിമീങ്ങൾ അദ്ദേഹത്തിന് എതിരില്ലാതെയെങ്കിൽ അദ്ദേഹം അവരോട് അക്രമം പ്രവർത്തിക്കുമായിരുന്നു. അവസാനം എന്ത് ചെയ്തു? വലിയ പ്രവിശാലമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ദീനും പറഞ്ഞ് അക്രമം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത നന്മകൾ എന്ത് ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ. അപ്പൊ എന്ത് ചെയ്ത്? അദ്ദേഹം ചെയ്ത അക്രമങ്ങളാണ് പ്രചരിച്ചിരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്. ഹസൻ ബസരി റഹിമഹുള്ള അവസാനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചർമ്മങ്ങളൊക്കെ ഉണങ്ങി, ആ ചർമ്മങ്ങൾ പൊട്ടിയതിൽ നിന്ന് ചലമൊഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോഴേ പല ഡോക്ടർമാർ വിളിച്ച് ചികിത്സിച്ചു, എങ്കിലും ആ ചികിത്സയൊന്നും ഏൽക്കുന്നില്ല. ഹസൻ ബസരി ദുആക്ക് വേണ്ടി വിളിപ്പിച്ചു. ഹസൻ ബസരി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഈ ആലിമീങ്ങൾക്കെതിരെ നോൽപ്പ് ചെയ്യരുത്. സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ളാഹിയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരെ അദ്ദേഹത്തിന്റെ വലുതിൽ നിൽക്കാത്തതുകൊണ്ട് കൈകാര്യം ചെയ്തു കൊന്നോളാം. അപ്പൊ അതുകൊണ്ട് അക്രമത്തിൽ നിന്നാവുക. ഈ ആയത്ത് കേട്ടപ്പോൾ തന്നെ അബ്ദുസ് ബിൻ സൈഫ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം മുസ്ലിമായി, ഗോത്രക്കാരൻ മുസ്ലിമീങ്ങളായി. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിയമമാണ്, രണ്ട് ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ബൃഹത്തായ സംവിധാനമാണ് ഇസ്ലാം ദീൻ. ഈ ഇസ്ലാമും ദീനും മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിനോടും സമസൃഷ്ടികളോടുമുള്ള കടമകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ വീടുകയും ചെയ്യും. അതിലൂടെ വീട്ടിൽ, നാട്ടിൽ, കുടുംബത്തിൽ, ലോകത്ത് വലിയ സമാധാനമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി കടന്നു വന്നപ്പോൾ ലോകത്ത് അക്രമം, അനീതി, വേറെങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റൂല. എന്നാൽ ഈ ഇസ്ലാമിലൂടെ പരസ്പരമുള്ള ബന്ധങ്ങൾ ശരിയായപ്പോൾ ഹിറാ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്നൊരു സ്ത്രീ ഒറ്റയ്ക്ക് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്ത് നിർഭയയായി അവർ മടങ്ങി പോവുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ താഴ്ത്തിയപ്പോ ഹാത്തിമുബിന് അദീബിന് ഹാത്തിം എന്ന് പറയുന്ന വലിയ ഒരു ധർമ്മിഷ്ഠന്റെ മകനുണ്ടായി. നബിതങ്ങൾ മദീനയിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നബിതങ്ങളോടുള്ള അരിശം കൊണ്ട് മദീനയിൽ നിന്ന് റോമിലേക്ക് അദ്ദേഹം ഓടിക്കുന്നു. റോമിലെ ജീവിതം ദുസ്സഹമായി. അദ്ദേഹം മദീനയിൽ വന്നു. അദീബിന് ഹാത്തിമിന്റെ സഹോദരി അവർ മുസ്ലിമായിരുന്നു. അവർ നബിതങ്ങൾ അടുക്കൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദീബിന് ഹാത്തിമിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അസ്ലിം, നിങ്ങൾ മുസ്ലിം ആകുന്നു. അപ്പൊ അദീബിന് ഹാത്തിം പറഞ്ഞു, ഞാനിപ്പോൾ ദീനിലാണ്. നബിതങ്ങൾ ആ ദീനിനെ കുറിച്ച് പറഞ്ഞു. അദീബിന് ഹാത്തിം എന്നിട്ട് മുസ്ലിമായി. നബിതങ്ങൾ പറഞ്ഞു, അദീബ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ കൂട്ടത്തിൽ പാവങ്ങളാ ഉള്ളത്, അടിമകളാ ഉള്ളത്, ബലഹീനരാ ഉള്ളത്? എന്നാൽ ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശാന്തസുന്ദരമായ വ്യത്യസ്തമെന്നാൽ ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് എത്ര വലിയ ശാന്തിയും സമാധാനവും കളിയാടുമെന്നാൽ ഹിറാ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്നൊരു സ്ത്രീ ഒറ്റയ്ക്ക് വന്ന് ഹജ്ജ് ചെയ്തവൾ മടങ്ങിപ്പോകും. അവൾ ആരും ദ്രോഹിക്കില്ല. ഇന്നെവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അഭിമാനം ചെയ്തു, ഇന്നെവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും സമ്പത്ത് കൊള്ളയടിക്കും, ഇന്നെവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ജീവൻ ഹനിക്കപ്പെടും. അന്ന് ഇസ്ലാമിന്റെ പേരിൽ എത്ര വലിയ ശാന്തിയും സമാധാനവും കളിയാടുമെന്നാൽ ഹിറാ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്നൊരു സ്ത്രീ ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്തു വരുമ്പോൾ അവരുടെ അഭിമാനത്തെ പിച്ച് ചിന്തപ്പെടില്ല, അവരുടെ ജീവൻ ഹനിക്കപ്പെടില്ല, അവരുടെ സാധന സാമഗ്രികളെ കൊള്ളയടിക്കപ്പെടില്ല. അത്രയും വലിയ നീതി, സമത്വം, ശാന്തി ലോകത്ത് കളിയാണ്. നിങ്ങൾ ഇസ്ലാമിൽ നമാമിച്ചു നിൽക്കുന്ന എന്റെ കൂട്ടത്തിലുള്ള ഈ പാവങ്ങളായ അടിമകളെയും തൊഴിലാളികളെയും കണ്ടുകൊണ്ടാണെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ എത്രത്തോളം മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ സമ്പത്ത് വന്ന് കുറിഞ്ഞുകൂടുമെന്നാൽ മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിന്റെ സക്കാത്തുമായി പുറപ്പെടും. ആ സക്കാത്തിന്റെ ഓഹരി കൊടുത്തു വിടാനുള്ള അവകാശികളുണ്ടായിരിക്കും. അത്രയും സാമ്പത്തിക സെറ്റപ്പിലാവും. ഇന്നെന്റെ കൂട്ടത്തിൽ ബലഹീനരാണ് എങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ എത്ര വലിയ ശക്തി മുസ്ലിമീങ്ങൾക്ക്
കൈവരുമെന്നാൽ റോമിന്റെ ഹെർക്കുലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടിവിയിൽ ആർക്കൊന്നും ഞെട്ടി അത് കേട്ടിട്ടുണ്ടോ? ഈ ഹെർക്കുലിനെ ഉറുമസിന്റെ കൊട്ടാരം മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും കീഴടങ്ങി. അജീബിന് ആദ്യം മുസ്ലിമായി. അദ്ദേഹം പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്റെ കണ്ണുകൊണ്ട് ഞാൻ അനുഭവിച്ചു. റോമിന്റെ സാമ്രാജ്യം ഹെർക്കുലിനെ ഉറുമസിന്റെ കൊട്ടാരം കീഴടങ്ങുമ്പോൾ ആ മുസ്ലിം സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്ന് ഹജ്ജ് ചെയ്തു ഫാറൂഖിനോട് ചോദിക്കുകയുണ്ടായി, ഞാൻ ഇഹ്റാമിൽ നിന്ന് വരികയാണ്. യാത്രാ അനുഭവം ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഓരോ പ്രദേശങ്ങളിൽ പോകുമ്പോൾ പുരുഷന്മാരും അവരുടെ പിന്നിലാക്കി എന്നെ വീട്ടിൽ കൊണ്ടുപോകും. സ്ത്രീകൾ സ്വന്തം സഹോദരിയെ പോലെ സൽക്കരിക്കുമായിരുന്നു. എന്റെ അഭിമാനം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് നിർഭയയായിട്ടാണ് ഞാൻ ഹജ്ജ് ചെയ്തു മടങ്ങുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചുവെങ്കിൽ മൂന്നാമത്തെ കാര്യം സംഭവിക്കും. കാലമായപ്പോ മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ എത്ര വലിയ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടി എന്നാൽ ആ സമ്പത്തിന്റെ സകാത്തുമായി അവര് വെളിയിലിറങ്ങി അവകാശികളെ തേടി യാത്ര ചെയ്യുമായിരുന്നു. അവകാശികളില്ല. ബൈത്തുൽ മാലിൽ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ആ സമ്പത്ത് അവരുടെ വൃക്ഷങ്ങളുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുമായിരുന്നു. ഇസ്ലാം നിർദ്ദേശിച്ച മാർഗരേഖയിൽ കൃത്യമായ ഒരു നില ഒപ്പിച്ചു കഴിഞ്ഞാൽ, ഒപ്പിക്കലില്ല, വളരെ കൃത്യമായ മാർഗരേഖ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം ഇസ്ലാമിലായി കഴിഞ്ഞാൽ സമ്പൂർണ്ണ മുസ്ലിമാകാണ്. നമുക്കറിയാം, സമ്പൂർണമായ ഒരു വീടല്ല എന്ന് താമസിക്കാൻ പറ്റും. സമ്പൂർണ്ണ ഇസ്ലാമിൽ നിന്ന് പ്രയോജനമാണ്. ദുനിയാവിൽ സമാധാനം. ഈ വലിയ പ്രദേശങ്ങളിൽ വലിയ നിർഭയത്വവും സമാധാനവും. അവർക്ക് നാം സമൃദ്ധിയായ വെള്ളം കുടിപ്പിക്കും. ഇവിടെ സമൃദ്ധിയായ വെള്ളം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുഫസ്സിരീകൾ പറയുന്നു, വിശാലമായി ജീവിക്കാനുള്ള രിസ്ക്. നല്ല വീട്, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം. ഇവരുടെ സഹാബാക്കൾ ഇസ്ലാം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് വലിയ വിശാലത. എന്തിനു വേണ്ടിയാണ് ദീനിന്റെ പേരിൽ വിശാലത നൽകുന്നത്? നമ്മുടെ തബ്ലീഗിന്റെ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് എത്ര വലിയ അസൗകര്യം, ബുദ്ധിമുട്ടുന്നത് വലിയ സൗകര്യങ്ങളായി. തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിന്റെ പേരിൽ വലിയ ദീനിയായ മാറ്റം ഉണ്ടായി. ദുനിയാവിലും അല്ലാഹു വലിയ വിശാലത നൽകി. എന്തിനാണ് വിശാലത? ഖുർആൻ പറയാം, ലിനഫ്തിനഹും ഫീ, ദുനിയാവിൽ നാം പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരാ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു, അല്ലാഹുവിനെ കുടുസായ ശിക്ഷയിൽ പ്രവേശിക്കും. അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ഹൃദയങ്ങളിൽ യോജിപ്പുണ്ടാകാൻ, പരസ്പരമുള്ള കടമകൾ വീടാൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ്. ശരിയായ ദീൻ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം, കുടുംബത്തിൽ സമാധാനം, നാട്ടിൽ സമാധാനം, ലോകത്ത് സമാധാനം, ഇതെല്ലാം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ദഅവത്തിന്റെ, തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ ശരിയായ ഈമാൻ ഉണ്ടാകണം, ജീവിതത്തിൽ കൃത്യമായ ദീൻ ഉണ്ടാകണം. ഇതൊരു ഫിലോസഫിയൊന്നുമല്ല. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ ദഅവത്ത് ചെയ്യണം. ഖുർആൻ പറയുന്നു, റബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ.
സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്ര സംഭവം പറയുന്നുണ്ട്. ദഖിയാനസ് എന്ന് പറയുന്ന അക്രമകാരിയായ ഭരണാധികാരി രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും തന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ശിർക്കിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും മുസ്ലിമീങ്ങളായി. ഒരു ഭാഗം യുവാക്കൾ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവന്റെ അസ്തിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ആ യുവാക്കളെ വിളിപ്പിച്ചു. മുഴുവൻ ജനങ്ങളുടെ സവിധത്തിലാണ് നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞു. രാജ്യവും രാജ്യത്തിന്റെ ചക്രവർത്തിയും രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയും ഒക്കെ ഇസ്ലാമിനെതിരായിട്ട് കൂടി എഴുന്നേറ്റ് നിന്നവർ പരസ്യമായി നടത്തുകയാണ്. അവരുടെ ഹൃദയത്തിൽ നാം ഈമാനിയായ കെട്ടുറപ്പ് നൽകിയപ്പോഴാണ് അവരെ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നിട്ട് അവർ പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്. അവനെ കൂടാതെ ഒരു വ്യക്തിയെയും വസ്തുവിനെയും ശക്തിയെയും നാം ആരാധ്യരായി സ്വീകരിക്കില്ല. അങ്ങനെ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ ശക്തിയെയോ ആരാധ്യരായി സ്വീകരിച്ചാൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ നാം അന്യായം പറഞ്ഞവരായി പോകും. ഒരിക്കലും നമ്മളത് ചെയ്യും. രാജാവ് നോക്കുമ്പോൾ രാജാവ് ഭരണം, അധികാരം, പട്ടാളം എല്ലാം ഉണ്ട്. മുസ്ലിങ്ങളുടെ ദൈവത്തിൽ രാജാവ് പറഞ്ഞു. ഉടനെ ആക്ഷൻ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാജാവ് താക്കീത് നൽകി ഇനിയും ഇത് ആവർത്തിക്കരുത്. അവരൊരുമിച്ച് കൂടി ഇനിയും ഈ രാജ്യത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. നമ്മുടെ തീരുമായി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ആ യുവാക്കൾ ഒരു ഗുഹയിൽ അഭയം. ആ ഗുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 309 വർഷം സ്വൈര്യമായ വിശ്രമം. ലോകത്തെ ഏറ്റവും ഉയർന്ന അസ്ബാബാണ് സൂര്യൻ. അല്ലാഹു അതിനെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിന്റെ പ്രകാശരശ്മി ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു. അവരുടെ വിശ്രമത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗുഹാമുഖം തെറ്റി വലതുഭാഗത്തേക്ക് മാറുമായിരുന്നു. അസ്തമിക്കുന്ന വേളയിൽ അവരുടെ ഗുഹയുടെ ഉള്ളിലേക്ക് സൂര്യന്റെ പ്രകാശരശ്മികൾ പതിച്ച് അവരുടെ വിശ്രമത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗുഹയെ വിട്ട് ഇടതുഭാഗത്തേക്ക് മാറുമായിരുന്നു. അവന് സ്വൈര്യമായി 309 വർഷം ആ ഗുഹയുടെ ഉള്ളിൽ വിശ്രമിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. ومن يضلل فلن تجد له وليا مرشدا. 309 വർഷമായപ്പോ ഉറക്കത്തിൽ നിന്നവർ ഉണർന്നു. വിശപ്പുണ്ട്. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പോയി. മാർക്കറ്റിൽ നാണയവുമായിട്ട് പോയപ്പോൾ മാർക്കറ്റിലെ കച്ചവടക്കാർ ആശ്ചര്യപ്പെട്ടു പോയി. 300 വർഷത്തിനുമുള്ള നാണയം. ഈ 300 വർഷത്തിന്റെ രാജ്യം മാറി, മാർക്കറ്റ് മാറി. രാജ്യം ഇസ്ലാമിൻ്റെതായി, ജനങ്ങൾ മുസ്ലിമീങ്ങളായി, മാർക്കറ്റ് മുസ്ലിമീങ്ങളുടേതായി. രാജ്യത്തിന്റെ ഭരണാധികാരി മുസ്ലിമായി എന്ന് മാത്രമല്ല, അദ്ദേഹം ദുആ ചെയ്തിരുന്നു, പടച്ചവനെ നിന്റെ തൗഹീദ് കാത്തു സൂക്ഷിക്കാൻ, നിന്റെ ഇസ്ലാം കാത്തു സൂക്ഷിക്കാൻ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ ഒരു വിഭാഗം യുവാക്കൾ തയ്യാറായി. അവർ ഈ രാജ്യം വിട്ട് എങ്ങോട്ടോ പോയി അവിടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവനെ എനിക്ക് കാണിച്ചു തരണം. രാജാവിന്റെ അടുക്കൽ ഈ യുവാക്കളുമായി എത്തി. രാജാവും പരിവാരങ്ങളും ഗുഹയിലേക്ക് പോയി. ബാക്കിയുണ്ടായിരുന്ന യുവാക്കൾ ഗുഹയുടെ പുറത്തേക്കിറങ്ങി. രാജാവും രാജ്യത്ത് അധിവസിച്ചിരുന്ന ജനങ്ങളും അവരെ കണ്ടു. ഗുഹയുടെ ഉള്ളിലേക്ക് അവർ പോയി. അല്ലാഹു അക്ബർ. എന്നിട്ട് അല്ലാഹു അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ടായി. ദൈവത്തിലൂടെ യഥാർത്ഥത്തിൽ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ജമാഅത്ത് യമനിൽ പോയി. ഔഖാഫിന്റെ ആൾക്കാർ പള്ളികളിൽ പ്രവർത്തിക്കുന്നതിന് തടഞ്ഞു.
അവരെന്ത് ചെയ്തു? ഒരു മലപ്രദേശത്ത് പോയി ഒരു ടെന്റ് അടിച്ച് അവിടെ താമസിച്ചു. കിലോമീറ്ററുകൾ നടന്നു വരണം വലിയ സാധനങ്ങൾ വാങ്ങാൻ. ദഅവത്തില്ല. രാജാവ് എന്തെങ്കിലും സ്വപ്നം കാണുകയാണ്. എന്റെ ദീനുമായി വന്ന ആൾക്കാരെ നിങ്ങളൊരു ഭാഗത്ത് ബൈക്കോട്ട് ചെയ്ത് തടഞ്ഞിട്ടിരിക്കുകയാണോ? അദ്ദേഹം ഏതെങ്കിലും ഔഖാഫിന്റെ ഉദ്യോഗസ്ഥരുടെ ചോദിച്ചു, ഇവിടെ ഏതെങ്കിലും സംഘങ്ങൾ വന്നിട്ടുണ്ടോ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി? ഔഖാഫിന്റെ ആൾക്കാർ പറഞ്ഞു, അതേ വന്നു, ഞങ്ങൾ തടഞ്ഞു. അവര് ഇന്ന പ്രദേശത്ത് വന്നു. രാജാവ് പറഞ്ഞു, അവരെ എന്റെ അടുക്കൽ ഹാജരാക്കാൻ. അവരെ ഹാജരാക്കി ഔഖാഫിന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു. ഇവർ ഇന്നു മുതൽ ഈ രാജ്യത്തിന്റെ ഗസ്തികളാണ്, അതിഥികളാണ്. പള്ളികളിൽ രാജ്യത്തിന്റെ അതിഥികളായിട്ടായിരുന്നു ഇവർ പ്രവർത്തിക്കുന്നത്. രാജകീയമായി ഇവർ പ്രവർത്തിച്ചു. ഇതിന്റെ ഇടയിൽ രാജാവിന്റെ അടുക്കിടയ്ക്ക് വന്നു. ആ സംഘത്തിലൂടെ എവിടെയാ താമസിച്ചത് എന്ന് അന്വേഷിച്ചു. ഒരു മലഞ്ചെരുവിലാണ്. ആ മലഞ്ചെരുവിന്റെ അടുക്കൽ രാജാവ് ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിക്ക് പേരിടണം. ആരാ ഈ സംഘത്തിന്റെ അമീർ നേതാവ് ചോദിച്ചു. മൗലാന ഉബൈദുല്ലാ ബലിയാർ പറഞ്ഞു, ഞാൻ പേരെന്താ? ഉബൈദുല്ലാ. അത് നിങ്ങളുടെ സ്മരണയായി നിങ്ങളുടെ പേര് കൊണ്ട് തന്നെ പള്ളി നിർമ്മിക്കാം. മസ്ജിദെ ഉബൈദുല്ലാ. പള്ളി യഥാർത്ഥത്തിൽ ദഅവത്തിലൂടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കും, ജീവിതത്തിൽ അമലുകൾ ഉണ്ടാകും. ദഅവത്തിന്റെ ഈ പരിശ്രമം നടക്കുന്നത് മുമ്പ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി. തെക്കൻ കേരളത്തിന്റെ അവസ്ഥ പറയാൻ, ലോകത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമാണ്. ഞങ്ങൾ ന്യൂസിലാൻഡിൽ ജമാഅത്തിൽ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ 67 പള്ളികളുണ്ട്. ഒരൊറ്റ പള്ളി ഉണ്ടായിരുന്നു. ജമാഅത്തുകൾ അടിക്കടിക്ക് പോയി. അൽഹംദുലില്ലാഹ് 67 പള്ളികളായി. ഞങ്ങൾ ഓക്ലൻഡ് എയർപോർട്ടിൽ നിന്ന് ആദ്യം പോകുന്നത് മസ്ജിദ്. ആ പള്ളിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതൊരു ചർച്ചയായി. മുസ്ലിമീങ്ങളൊക്കെ വാങ്ങി പള്ളിയിൽ. ആ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് 12 സഫ് ആൾക്കാർക്ക്. അതിന്റെ അടുത്ത സ്ഥലമാണ് ഓക്ലൻഡ് കഴിഞ്ഞാൽ ഹാമിൽട്ടൺ, വെല്ലിംഗ്ടൺ. 2 ഐലൻഡുകളാണ് ന്യൂസിലാൻഡ്. സൗത്ത് ഐലൻഡിലാണ് ക്രൈസ്റ്റ് ചർച്ച്, ഡണ്ണിഡൻ, ഇൻവർഗാർഡ്. നമുക്കറിയാം ഭൂമിയുടെ മധ്യഭാഗത്താണ് കഅബയിൽ നിന്ന് ഏറ്റവും വിദൂരത്തുള്ള പള്ളി ന്യൂസിലാൻഡിലെ ഇൻവർഗാർഡിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയാണ് ഇന്ന് നിലവിൽ. ആ പള്ളിയിൽ പോയി അൽഹംദുലില്ലാ അവിടെ 4 മാസം പോയ ഒരു ജമാഅത്തിൽ പോയി. അവിടെ അൽഹംദുലില്ലാ ദഅവത്തിന്റെ ബർക്കത്ത് കൊണ്ട് മക്തബുണ്ട്, അതുപോലെ മദ്രസയുണ്ട്, ഹിഫ്ളുണ്ട്. ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്. എന്തിനു വേണ്ടി അല്ലാഹു ഖുർആൻ ഇറക്കി? കദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ. അറബി ഭാഷയിൽ ഖുർആനെ നിങ്ങൾക്ക് നാം സന്ദേശമായി അറിയിച്ചു. ഇതിനു വേണ്ടി മക്കക്കാർക്ക് നിങ്ങൾ ഖുർആൻ കൊണ്ട് സന്ദേശം നൽകാൻ വേണ്ടി. മക്കയുടെ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ മക്ക ഭൂമിയുടെ മധ്യഭാഗത്ത്, മക്കയിൽ നിന്നും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ലോകം മുഴുവനുള്ള മനുഷ്യ സമൂഹത്തിന്റെ ഉത്ബോധനത്തിന് വേണ്ടിയാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് ജനങ്ങളുടെ അടുക്കലേക്ക് പോയി ഖുർആനിന്റെ എന്താണ് താക്കീത് നിങ്ങൾ നൽകണം, ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ദഅവത്തിലൂടെ അൽഹംദുലില്ലാ ഏറ്റവും വിദൂരത്തുള്ള ന്യൂസിലാൻഡിലെ ഇൻവർഗാർഡിലെ പള്ളിയിൽ പോകുന്നത്. അതിന്റെ അടുത്ത രാജ്യമാണ് ഓസ്ട്രേലിയ. സിഡ്നിയിൽ മാത്രം 100 പള്ളികളുണ്ട്. അതിന്റെ അടുത്ത രാജ്യമാണ് ഫിജി ഐലൻഡ്. 350 പള്ളികളുണ്ട്. അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരൻ ഞങ്ങളുടെ ജമാഅത്ത് കൊണ്ടോട്ടി, കോഴിക്കോട് ജില്ലയിൽ കൊണ്ടോട്ടിയിലും മസ്ജിദ് ഖുബായിൽ അസസ്കരിച്ചപ്പോൾ ഒരാളുണ്ട്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തബ്ലീഗ് ജമാഅത്താണ്? അത് തബ്ലീഗ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ വന്നു. ഞാൻ അമേരിക്കയിലാണ്, ന്യൂയോർക്കിൽ ജോലി ചെയ്യാണ്. തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിന്റെ ഫലമായി ന്യൂയോർക്കിൽ മാത്രം 200 പള്ളികളുണ്ട്. ഇപ്പൊ അസസ്കരിക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിം പറ്റില്ല, 35 വരല്ലേ ഉള്ളൂ. ന്യൂയോർക്കിൽ വെറുതെ പള്ളി കെട്ടിയിട്ടിരിക്കല്ല, ഓരോ പള്ളിയിലെ അസംസ്കാരത്തിന് ചുരുങ്ങിയത് 250 പേർ. ഇത് തബ്ലീഗുണ്ടായ മാറ്റം അതേ പറയാം. ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ ഞങ്ങളുടെ ജമാഅത്ത് ന്യൂസിലാൻഡിൽ പോകുന്നതിന് മൊസാംബിക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജമാഅത്ത് പള്ളിയിൽ ചെന്നു. അവിടെ 50,000 മുസ്ലിമുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും മുർത്തദുകളായിരുന്നു. ജമാഅത്ത് 4 ദിവസം പ്രവർത്തിച്ചു. ഈ 50,000 പേര് കലിമ മനസ്സിലാക്കി.